മികച്ച പ്രേക്ഷക പ്രതികരണം നേടി ആടുജീവിതം സിനിമ പ്രദർശനം തുടരുമ്പോൾ വിവാദങ്ങളുമൊപ്പം വളരുകയാണ്. നോവലിന്റെ തനിപ്പകർത്തുള്ള സിനിമയെന്ന് എല്ലാ സിനിമാക്കാരും എല്ലാ കാലവും പറയാറുണ്ട്. ആടുജീവിതത്തിന്റെ അണിയറക്കാരും ഇത് പലവട്ടം വ്യക്തമാക്കിയതാണ്. നോവലിന്റെ ചില സുപ്രധാന രംഗങ്ങൾ സിനിമയിൽ കാണാത്തതിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നു. നായക കഥാപാത്രമായ നജീബ് ആടുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി നോവലിലുള്ള ഭാഗം സിനിമയിൽ ഒഴിവാക്കിയതിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നു. എന്നാൽ ഈ രംഗം സിനിമയ്ക്കായി ചിത്രീകരിച്ചിരുന്നുവെന്നാണ് നോവലിസ്റ്റ് ബെന്യാമിൻ ഇതിന് മറുപടി പറഞ്ഞത്. സെൻസർ ബോർഡ് A സർട്ടിഫിക്കറ്റ് നൽകുമെന്നായപ്പോൾ അത് ഒഴിവാക്കിയെന്നും ബെന്യാമിൻ വിശദീകരിച്ചു. ഷുക്കൂർ എന്ന പ്രവാസിയുടെ ജീവിതാനുഭവങ്ങൾ ആധാരമാക്കിയാണ് ആടുജീവിതം എഴുതിയത്. എന്നാൽ ഷുക്കൂറിന്റെ യഥാർത്ഥ ജീവിതത്തിലില്ലാത്ത ചില കാര്യങ്ങൾ നോവലിൽ ചേർത്ത് നജീബിനെ അപമാനിച്ചെന്ന തരത്തിൽ പുതിയ വിവാദങ്ങളും ഉടലെടുത്തു. നോവലിൽ ചിത്രീകരിച്ചത് യഥാർത്ഥ സംഭവത്തിന്റെ 30% മാത്രമേ ഉള്ളൂ എന്നാണ് ബെന്യാമിൻ പറഞ്ഞത്. ഇതിനെല്ലാം ഒടുവിലാണ് ആടുജീവിതം സംവിധായകൻ ബ്ലെസ്സിയുടെ വിശദീകരണം പുറത്തുവരുന്നത്. ഒരു മലയാളം TV ചാനലിലെ അഭിമുഖം പരിപാടിയിലാണ് ബെന്യാമിന്റെ പരാമർശത്തെ ബ്ലെസ്സി തള്ളിപ്പറയുന്നത്. ആടുമായുള്ള ലൈംഗിക ബന്ധം പോലുള്ള ഒരു രംഗവും സിനിമയ്ക്കായി ചിത്രീകരിച്ചിട്ടില്ല. നോവൽ അതേപടി പകർത്തുകയല്ല താൻ ചെയ്തിട്ടുള്ളത്. താൻ വളർത്തിക്കൊണ്ടുവന്ന നജീബിന് അത്തരമൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ചെയ്താൽ അതിന്റെ കുറ്റബോധം അയാളെ വേട്ടയാടും. അത് കഥയെ എവിടേക്ക് കൊണ്ടുപോകുമെന്ന് പറയാൻ പറ്റില്ല എന്നാണ് ബ്ലെസ്സി വിശദീകരിച്ചത്. ഇങ്ങനെ ബെന്യാമിന്റെ പ്രസ്താവനയെ പൂർണ്ണമായി ബ്ലെസ്സി നിരാകരിച്ചിരിക്കുകയാണ്. ബെന്യാമിന്റെ പരാമർശത്തെക്കുറിച്ചുള്ള ആവർത്തിച്ചുള്ള ചോദ്യത്തിന് അത് തെറ്റിദ്ധാരണ കൊണ്ടാകാമെന്ന മറുപടിയാണ് ആടുജീവിതം സംവിധായകൻ നൽകുന്നത്. പലവട്ടം ഇക്കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചതാകാമെന്നും ബ്ലെസ്സി കൂട്ടിച്ചേർത്തു. ആടുജീവിതം നോവലിന്റെ രചയിതാവ് ബെന്യാമിനെതിരെ രൂക്ഷ വിമർശനവുമായി നടൻ ഹരീഷ് പേരടി രംഗത്ത് വന്നിട്ടുണ്ട്. നോവലിനും ആടുജീവിതം സിനിമയ്ക്കും വേണ്ടി ഷുക്കൂർ മനുഷ്യന്റെ ജീവിതത്തെ യഥാർത്ഥ കഥയെന്ന അവകാശവാദത്തോടെ മാർക്കറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന് ഹരീഷ് പേരടി ആരോപിച്ചു. ഷുക്കൂറിനെയും നോവൽ വായിച്ച് അത് ശരിയാണെന്ന് വിശ്വസിച്ച പൊതുസമൂഹത്തെയും ഒരു ഉളുപ്പുമില്ലാതെ കളിയാക്കുകയാണെന്നും ഹരീഷ് പേരടി പറയുന്നു. അതേസമയം ആടുജീവിതം ജീവിതകഥയല്ലെന്നും പലരുടെയും അനുഭവങ്ങൾ കൂട്ടിച്ചേർത്തെഴുതിയ നോവലാണെന്നും നോവലിലെ നായകൻ ഷുക്കൂറല്ല നജീബാണെന്നും ബെന്യാമിൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അനേകം ഷുക്കൂറുമാരിൽ നിന്നും കടം കൊണ്ട കഥാപാത്രമാണ് നജീബ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. തന്റെ കഥയിലെ നായകൻ നജീബാണ്, ഷുക്കൂർ അല്ല. അനേകം ഷുക്കൂർമാരിൽ നിന്നും കടം കൊണ്ട കഥാപാത്രമാണ് നജീബ്. അതിൽ പലരുടെ പലവിധ അനുഭവങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 30%-ത്തിലും താഴെ മാത്രമേ അതിൽ ഷുക്കൂർ ഉള്ളൂ. ഷുക്കൂറിന്റെ ജീവിതകഥ അല്ല ആടുജീവിതം. അത് തന്റെ നോവലാണെന്ന് ബെന്യാമിൻ പറഞ്ഞു. അത് നോവലാണെന്ന് അതിന്റെ പുറം പേജിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ജീവിതകഥ ആണെന്ന് ആരെങ്കിലും ധരിക്കുന്നെങ്കിൽ നോവൽ എന്താണെന്ന് അറിയാത്തവരുടെ ധാരണ പിശകാണ്. ബെന്യാമിന്റെ ഈ വിശദീകരണത്തിന് തൊട്ടു പിന്നാലെയാണ് ഹരീഷ് പേരടി കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നത്. ഈ സാഹിത്യ സർക്കസ് കമ്പനി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കാത്ത മനുഷ്യവിരുദ്ധവും മൃഗവിരുദ്ധവുമായ ഒരു കാര്യം വെച്ചാണ് വിൽപ്പനയുടെ ഈ ഊഞ്ഞാലാട്ടം നടത്തിയതെന്ന് അറിയുമ്പോൾ ഈ നോവൽ വായിച്ച് സമയം കളഞ്ഞതിൽ താൻ ലജ്ജിക്കുന്നുവെന്ന് ഹരീഷ് പേരടി കുറിച്ചു. ഷുക്കൂർക്ക, നിങ്ങളുടെ ആദ്യത്തെ കഫീൽ ഒരു അറബിയായിരുന്നെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ കഫീൽ ഒരു മലയാള സാഹിത്യകാരനാണ്. നിങ്ങളുടെ ആടുജീവിതം ഇപ്പോഴും തുടരുകയാണെന്ന് പറയാൻ സങ്കടമുണ്ട്. ക്ഷമിക്കുക. ഈ വൃത്തികേടിന് പരിഹാരമായി ഈ മനുഷ്യൻ കോടികളുടെ പ്രതിഫലം അർഹിക്കുന്നുണ്ടെന്ന് തന്നെയാണ് എന്റെ പക്ഷം. ഒരു മനുഷ്യന്റെയും ജീവിതം വെച്ച് ഇനി ഒരുത്തനും സാഹിത്യം കളിക്കാതിരിക്കാൻ അത് ഒരു മാതൃകയാവണം, ഹരീഷ് പേരടി പറഞ്ഞു. അതേസമയം ബോക്സ് ഓഫീസിൽ പുതിയ കളക്ഷൻ റെക്കോർഡ് സൃഷ്ടിക്കുകയാണ് ബ്ലെസ്സി സംവിധാനം ചെയ്ത ചിത്രം. റിലീസ് ചെയ്ത 4-ാം ദിവസം ആഗോള കളക്ഷൻ 50 കോടി പിന്നിട്ടിരിക്കുകയാണ്. ഏറ്റവും വേഗത്തിൽ 50 കോടി ക്ലബിലെത്തിയ മലയാള ചിത്രമെന്ന ഖാദിമിനി ആടുജീവിതം സ്വന്തമാക്കിയിരിക്കുകയാണ്. പൃഥ്വിരാജാണ് ചിത്രത്തിലെ നായക കഥാപാത്രമായ നജീബിനെ അവതരിപ്പിച്ചത്. അമല പോളാണ് നായിക.